ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇതിന് മുന്നേ പുതിയ ജനറേഷൻ അമേസിൻ്റെ ബേസ് മോഡലിൻ്റെ വീഡിയോ നോക്കി. ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഇതിൻ്റെ മിഡിൽ വേരിയൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആകെപ്പാടെ 3 വേരിയൻ്റേ ഉള്ളൂ. അപ്പോൾ ടെക്നിക്കലി ഇത് മിഡിൽ വേരിയൻ്റ് തന്നെയാണ്. VX എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ശരിക്കും അമേസിൻ്റെ ഒരു ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വേരിയൻ്റ് ഇതാണ്. അഡാസ് ഒഴികെയുള്ള ബാക്കി ഓൾമോസ്റ്റ് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ ഈ ഒരു വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ശരിക്കും നിങ്ങളിത് എടുത്താൽ മതി. എന്തായാലും നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ LED ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. അത് ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ ഇതിനകത്തൊരു ഡിഫറൻസ് വരുന്നത് ആ ഹെഡ് ലാംപ്സിൻ്റെ പ്രൊജക്ടറിൻ്റെ അറേക്കകത്ത്, അതായത് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഒരു അലൂമിനിയം പോലത്തെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ അത് ഗ്ലോസി ബ്ലാക്ക് ആണ്. ടോപ്പ് എൻഡിലും ഈ ഒരു വേരിയൻറ്റിലുമാണ് ആ ഒരു അലൂമിനിയം പോലത്തെ ഫിനിഷ് വരുന്നത്. ബാക്കി DRLs ഇതിനകത്തുണ്ട്. അതുപോലെ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. നമ്മുടെ ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ക്രോം എലമെൻറ്റ് ടോപ്പ് പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ ഫോഗ് ലാംപ്സ് ഇല്ലെങ്കിലും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് LED പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ഡിസൈറൊക്കെ ആണെങ്കിൽ ZXi പ്ലസിൽ മാത്രമാണ് ഒരു ഫോഗ് ലാംപ്സ് കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ബേസ് മുതൽ തന്നെ ഹോണ്ട ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് ഡിസൈൻ ഗ്രില്ലൊക്കെ എടുക്കുകയാണെങ്കിൽ സെയിം ആണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ORVMs അതുപോലെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മുടെ ORVMസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറൊരു ചേഞ്ച് ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്നത് 15 ഇഞ്ച് അലോയ് വീൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ടയർ സൈസും സെയിം ആണ്. 185 ആണ് ക്രോസ് സെക്ഷൻ വരുന്നത്. ബേസ് മോഡലിൽ ഒരു 14 ഇഞ്ച് കുറച്ചും കൂടെ നാരോവർ ആയിട്ടുള്ള ടയർ ആയിരുന്നു കൊടുത്തിരുന്നത്. സോ അവർ അപ്ഗ്രേഡ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ടോപ്പ് എൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിൽവർ ഫിനിഷുള്ള വീൽസ് ആണ്. ടോപ്പ് എൻഡിൽ നമുക്ക് ഡയമണ്ട് കട്ട് ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇത് പക്ഷേ സിൽവർ വീൽസ് ആണ്. പക്ഷേ സിൽവർ വീൽസ് ആണെങ്കിലും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ടോപ്പ് എൻഡിൽ വരുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. അതിലവർ ആ ഒരു ഫാൻസി ഡയമണ്ട് കട്ട് ഫിനിഷ് കൊടുക്കാതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സിൻ്റെ കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ സിൽവർ വീൽസ് മാച്ചായി പൊക്കോളും. കാണാൻ അത്യാവശ്യം രസം ഉണ്ടാവും. ഇനി ഷാർക്ക് ഫിൻ ഹാൻഡിനൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരു ബേസ് മോഡൽ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. സോ അതും നല്ലൊരു കാര്യമാണ്. ഇനി അടുത്ത ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് കാണാം ഈ വാഹനത്തിൽ LED ടെയിൽ ലാംപ്സ് എല്ലാം തന്നെ ബേസ് മോഡൽ മുതൽ തന്നെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അതിലങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല, കാരണം എല്ലാം സെയിം ആണ്. ഇനി നമുക്ക് താഴത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വേരിയൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബേസ് മോഡലിൽ ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ക്യാമറയാണ് കിട്ടുന്നത്. ഒന്ന് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, പിന്നെ വരുന്ന ലെയിൻ വാച്ച് ക്യാമറയാണ്. അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു അഡീഷണൽ ക്യാമറയും കൂടെ മിററിൻ്റെ താഴത്ത് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഇല്ലെങ്കിലും ഹോണ്ട ലെയിൻ വാച്ച് ക്യാമറ എന്ന് പറഞ്ഞത് കൊടുക്കുന്നുണ്ട്. അത് ഇവരുടെ എലവേറ്റിലും സിറ്റിയിലൊക്കെ അവൈലബിൾ ആണ്. സംഭവം നല്ലൊരു ഫീച്ചറാണ്. പക്ഷെ എന്നാൽ പോലും ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു 360 ഡിഗ്രി ക്യാമറ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. മിക്ക കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഈവൻ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഡിസൈറിൽ വരെ 360 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്. സോ അത് മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ, ഈ വേരിയൻറ്റിൽ നല്ല ഈ വണ്ടിയിൽ തന്നെ ഒരു ചെറിയ പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ടോപ്പിലും 360 ഇല്ല. ഗൈസ്, അപ്പോൾ ഇതാണ് അമേസ് VXൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കിട്ടുന്നത്, അതുപോലെ ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇതിനകത്ത് അഡീഷണൽ ഉണ്ട് എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ കൺട്രോൾ ഉള്ളൂ. അത് സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ആണ്. റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, അഡാസിൽ അവർക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും സാധാരണ ക്രൂസ് കൺട്രോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് അവർ അവോയ്ഡ് ചെയ്തു. അതിന് പകരം ടോപ്പ് എൻഡിൽ അഡാസിൻ്റെ കൂടെ മാത്രം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കിടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ക്രൂസ് കൺട്രോൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബേസ് മോഡൽ മുതലും ടോപ്പ് മോഡൽ വരെ എല്ലാം സെയിം തന്നെയാണ്. 7 ഇഞ്ചസിൻ്റെ TFT ഡിസ്പ്ലേ ഉള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ട് നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. കുറച്ചൊക്കെ ഗ്ലോസി ബ്ലാക്ക് എലമെന്റ്സ് ഇതിനകത്ത് അഡീഷണൽ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് ആണ്. ടോപ്പ് പോർഷൻ ബ്ലാക്ക്, അതുപോലെ താഴത്തെ പോർഷൻ ബേജ്, പിന്നെ അതിൻ്റെ നടുവിലൊരു ചെറിയ സിൽവർ എലമെന്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഇതിന് തൊട്ട് താഴത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസിലും അവർ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് താഴത്തെ വേരിയൻറ്റിലില്ല. പിന്നെ ബേസ് മോഡലിൽ നമുക്ക് 4 സ്പീക്കേഴ്സാണ് കൊടുത്തിരുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതായത് ബേസിക്കലി 4 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ ORVMs എല്ലാം കിട്ടുന്നുണ്ട്. 4 പവർ വിൻഡോസ് അവൈലബിൾ ആണ്. ഡ്രൈവർ സൈഡിൽ ഓട്ടോ അപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോർ സൈഡിൽ നമുക്ക് ഇപ്പോഴും ഇവിടെ ഫാബ്രിക്കിൻ്റെ ഒരു പാഡിംഗ് ഒന്നും വരുന്നില്ല. അതിന് പകരം അതവർ ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ടോപ്പ് മോഡൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിലും കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ സ്റ്റിയറിംഗിന് ലെതർ റാപ്പ് ഫിനിഷ് ഒന്നുമില്ല. അത് ആക്ച്വലി വണ്ടിയുടെ വലിയൊരു പ്രശ്നമാണ്. ടോപ്പ് മോഡലിൽ പോലും അവർ സ്റ്റിയറിംഗിൽ ലെതർ റാപ്പ് ഫിനിഷ് കൊടുത്തിട്ടില്ല. റബ്ബറൈസ്ഡ് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ സെഗ്മെൻറ്റിൽ പൊട്ടുമിക്ക എല്ലാ കമ്പനികളും കൊടുക്കുന്നൊരു ഫീച്ചറാണ്. അത് തീർച്ചയായും കൊടുക്കേണ്ടതായിരുന്നു. ഇനി അതല്ലാതെ സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് റീഡിംഗ് ലാമ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ആക്ച്വലി ബേസ് മോഡലിൽ ഈ ഒരു ടോപ്പ് പോർഷനിൽ കാണുന്ന ഫ്രണ്ടിലെ റീഡിംഗ് ലാമ്പ് ഇല്ലായിരുന്നു. നടുവിൽ കാണുന്ന റീഡിംഗ് ലാമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്തേക്ക് അത് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ മാനുവൽ ഡൈനാറ്റ് ERVMs ഒരു ബേസ് മോഡൽ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ കിട്ടുന്നത് ഓട്ടോ AC ആണ്. അത് ബേസ് മോഡലിൽ ഇല്ലായിരുന്നു. മാനുവൽ AC ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഉള്ള ടോപ്പ് മോഡലിൽ കിട്ടുന്ന സെയിം കൺട്രോൾ
കൺട്രോൾ പാനൽ തന്നെയാണ് വരുന്നത്. ആൻഡ് 8 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ സ്റ്റോറേജ് സ്പേസസ്, അതുപോലെ വയർലെസ് ചാർജിങ് പാഡ്, ഇതൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റോറേജ് ഏരിയാസിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ആംബ്രസ്റ്റ് ഫ്രണ്ടിൽ ഇതിനകത്തില്ല, പക്ഷേ റിയർ AC നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. സീറ്റിൻ്റെ ഡിസൈനൊക്കെ ബേസ് മോഡൽ മുതൽ ടോപ്പ് വേരിയൻറ്റ് വരെ എല്ലാം സെയിം ആണ്. ബേജ് സീറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കളർ തീം ആണെങ്കിലും എല്ലാം ബേസ് മോഡൽ മുതൽ ടോപ്പ് വേരിയൻറ്റ് വരെ സെയിം ആണ്. അതുപോലെ റിയറിലേക്ക് വരികയാണെങ്കിലും 3 ഫിക്സഡ് ആയിട്ട് ഹെഡ് റെസ്റ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. നടുവിൽ നമുക്ക് ഒരു സെൻറ്റർ ആംറെസ്റ്റും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ വേരിയൻറ്റ് എടുക്കണമെന്നില്ല, ഏറ്റവും ബേസിക് V വേരിയൻറ്റ് എടുത്താലും നമുക്ക് റിയർ സെൻറ്റർ ആംറെസ്റ്റ് ബേസിക് വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ബേസ് മോഡൽ മുതൽ അവൈലബിൾ ആണ്. റിയർ D4 കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന റിയർ AC വെൻ്റ് മാത്രമേ ഉള്ളൂ. റിയർ സീറ്റ് പാസഞ്ചേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പറയാനാണെങ്കിൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസ് മോഡൽ മുതൽ ടോപ്പ് വേരിയൻറ്റ് വരെ അഗൈൻ എല്ലാം സെയിം ആണ്. 6 എയർ ബാഗ്സ്, ESP, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ABS with EBD, അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഹോണ്ടയുടെ ഇൻറ്റേർണൽ ക്രാഷ് ടെസ്റ്റ് അനുസരിച്ച് ഒരു വണ്ടി വളരെ സേഫ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ സെഗ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഡിസയർ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ വാങ്ങി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സേഫ്റ്റി നമ്മൾ കൂടുതൽ കൺസേൺ ആയിട്ട് പറയാൻ തുടങ്ങുന്നത്. പിന്നെ ഇൻഫോടൈം സിസ്റ്റം ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസിക്കലും ടോപ്പ് എൻഡിലും എല്ലാത്തിലും സെയിം ഇൻഫോടൈം സിസ്റ്റം ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ബേസിൽ കൊടുക്കാണ്ടിരുന്നിട്ടില്ല, കൊടുത്തിരിക്കുകയാണെങ്കിൽ തന്നെ ടോപ്പിലുള്ള സെയിം സാധനം തന്നെയാണ് കൊടുത്തത്. എഞ്ചിനൊക്കെ നമുക്ക് ഇതിനകത്ത് സെയിം എഞ്ചിൻ തന്നെയാണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ IVTEC പെട്രോൾ എഞ്ചിൻ. 90 PS പവറും 110 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്റ്റെപ്പ് CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. 5 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പേൾ കളറൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ അതല്ലാതെ ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് എല്ലാ കളേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഹോണ്ട അങ്ങനെ ഒരുപാട് കളേഴ്സിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത് ഈ വേരിയൻ്റെ പ്രൈസിംഗ് ആണ്. ഡിസയറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ ZXi വേരിയൻ്റായിട്ട് ഇതിൻ്റെ പ്രൈസിംഗ് അടുത്തെത്തിയിട്ടുണ്ടെന്ന് പറയും. ഓട്ടോമാറ്റിക്കലി, മാനുവലല്ല. കാരണം മാനുവലിൽ ഇതിൻ്റെ ZXൻ്റെ പ്രൈസും അതുപോലെ ഡിസയറിൻ്റെ ZXi പ്ലസിൻ്റെ പ്രൈസും എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ അതേസമയം ഓട്ടോമാറ്റിക്കിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഡിസയറിൻ്റെ ടോപ്പിൻ്റെ 10.2 lakhs കിട്ടും. ഇത് പക്ഷേ 9.99 lakhs ആണ്. VXൻ്റെ ഓട്ടോമാറ്റിക്കിന് തന്നെ പ്രൈസ് വരുന്നത്. നമ്മുടെ പക്ഷേ ബേസ് മോഡലും അതുപോലെ ZX തമ്മിൽ ഓട്ടോമാറ്റിക് മാനുവൽ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്താണ് ഏറ്റവും കുറവ് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ജസ്റ്റ് 90,000 പ്രൈസ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പൊതുവെ CVTക്ക് മിനിമം 1 എങ്കിലും വരുന്നതാണ് ഡിഫറൻസ്, പക്ഷേ അതിലും കുറവാണ്. അതുപോലെ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ VXൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 9.1 lakhs ഓർ 9.09 lakhsനടുത്താണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസിംഗ് ആണ് മാനുവലിൻ്റെ. ഓൺ റോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10.5 to 11 കിട്ടും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12 അടുത്താവും. പക്ഷെ എന്നാൽ പോലും ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ZX വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകെപ്പാടെ കുറച്ച് കോസ്മെറ്റിക് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കോസ്മെറ്റിക്സ് വേണമെന്നുണ്ടെങ്കിൽ മാനുവൽ ആണെങ്കിൽ ZXലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ജസ്റ്റ് 60,000 ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ശരിക്കും ZXലേക്ക് പുഷ് ചെയ്യേണ്ട വലിയ കാര്യമില്ല. കാരണം അവിടെ നമുക്ക് 90,000 അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. ഓൺ റോഡ് 1,00,000 മുകളിൽ ഡിഫറൻസ് വരും. ആ 1,00,000 മുകളിൽ ഡിഫറൻസ് നിങ്ങൾ കൊടുക്കുന്നത് തന്നെ ഈ അഡാസ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് കോസ്മെറ്റിക് ഫീച്ചേഴ്സ്, അതായത് ഡ്യുവൽ ടോൺ വീൽസ്, പിന്നെ കുറേ അഡീഷണൽ സിൽവർ എലമെൻറ്റ്സ്, ഗ്ലോസ് ബ്ലാക്ക് എലമെൻറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങനെ അധികം പ്രാക്ടിക്കൽ കേസിൽ യൂസിൽ വരുന്ന ഫീച്ചേഴ്സൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് പുഷ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. മാനുവലും പുഷ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 60,000 എന്ന് പറയുമ്പോൾ അഡാസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ഡിഫറൻസ് ആണത്. എന്തായാലും ഈ വേരിയന്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.